അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴമയുടെ രുചിക്കൂട്ട് ഒട്ടും ചോർന്നു പോകാത്ത അടിപൊളി ഒരു മല്ലിച്ചമ്മന്തി ആട്ടോ. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനൊരു ചമ്മന്തി. അപ്പോൾ ഇത് നിങ്ങൾ മിസ്സാക്കാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കറിക്കൊന്നുമില്ല, അല്ലെങ്കിൽ പച്ചക്കറിയൊന്നും ഇല്ല, പെട്ടെന്ന് ഇച്ചിരി ചോറ് കഴിക്കണം തോന്നിയാൽ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2.5 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. നല്ല കഴുകി ഉണക്കി വെച്ച മല്ലി കേട്ടോ. അപ്പോൾ അത് നമുക്ക് എണ്ണ ഒന്നും ചേർക്കാതെ കുറഞ്ഞ തീയിൽ നല്ലപോലെ വറുത്തെടുക്കുക. നമ്മൾ കൈ കൊണ്ടിങ്ങനെ പൊടിക്കുമ്പോൾ മല്ലി പൊടിഞ്ഞ് കിട്ടണം, ആ രീതിക്ക് വേണം വറുത്തെടുക്കാൻ. ഈ മല്ലി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അതുവരെ നല്ലപോലെ വറുക്കുക. തീ കൂട്ടി വെച്ച് വറുത്താൽ കരിഞ്ഞു പോകും, ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീണ്ടും അതേ പാനിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 3 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, പക്ഷേ നമുക്ക് കാണാനും മനോഹരമായിരിക്കണം, ഫുഡ് കഴിക്കാനും രുചി വേണം. രുചി മാത്രം പോരാ, കാണാനും ഒരു ഭംഗി ഉണ്ടാവണമല്ലേ. അപ്പോൾ നല്ല ചുമന്ന റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളകും, അതുപോലെ ഈ ചമ്മന്തിക്ക് നല്ല എരിവ് വേണം. അപ്പോൾ അതിനായിട്ട് നാടൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചുമക്ക നല്ലപോലെ വറുത്തെടുക്കുക. ഇതെല്ലാം തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ മുളക് വറുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇച്ചിരി എരി വേണം, അതുകൊണ്ട് ഞാൻ 8-10 മുളക് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചുമന്നുള്ളി, അതുപോലെ തന്നെ ഒരു പകുതി സവാള, ചെറിയ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേ പാനിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴന്ന് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റുക. അപ്പോൾ ഞാൻ ഇതൊക്കെ കൊച്ചിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ സ്ഥിരം ചെയ്തു തരുന്ന ഒരു ഐറ്റമായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റുക. ഈ സമയം കുറച്ച് പുളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷേ പുളിയുടെ വീഡിയോ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇടുന്നത് വിട്ടുപോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിനുള്ളതാ പുളി കണ്ടില്ലേ, ഞാൻ ഇട്ട വീഡിയോ മിസ്സായി എടുത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് 2 സ്പൂണ് തേങ്ങ. ഒരുപാട് തേങ്ങ ഇതിന് വേണ്ട. തേങ്ങ ഇല്ലാതെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിട്ടോ. ഞാൻ മക്കളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി തേങ്ങ, 2 സ്പൂണ് മാത്രം. തേങ്ങ ഒരുപാട് ആവാനേ പാടില്ല. തേങ്ങ ഇല്ലാതെ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. പക്ഷേ ഈ തേങ്ങ ഇച്ചിരി ചേർത്ത് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇത് ഒരുപാട് മൂക്കാനൊന്നും പാടില്ല. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കുക. ഇതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മല്ലിയും മുളകും കൂടെ ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിന് വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ. ഈ ചമ്മന്തിയൊക്കെ വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴകുഴാന്നാക്കി എടുക്കരുത്. കട്ടച്ചമ്മന്തി നല്ല ഉരുട്ടി എടുക്കണം. അരകല്ലി അരച്ചെടുത്താൽ അപ്പം പറയാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പിരിയമുളക് ചേർത്ത് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കിറുക്കിറന്ന് 2-3 കറക്കി എടുക്കുക. ഒരുപാട് അരയ്ക്കാനേ പാടില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. നല്ല മണമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ വായിൽ വെള്ളം നിറയുന്നുണ്ട്. അത്ര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് സിമ്പിൾ റെസിപ്പി, എന്നാൽ ടേസ്റ്റ് അപാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് ഉരുട്ടിയെടുക്കുക. അടിപൊളിയാണ്. ഇനി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാം. എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് അതിനകത്ത് വെച്ച് റോൾ ചെയ്തൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചോറ് പൊതി കെട്ടാനൊക്കെ പറ്റിയ ഒരു ചമ്മന്തി തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.